അടുത്തതാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ? The term social stratification means the division of something into different layers of groups. It means the division of society into distinct and unequal groups or classes. Social stratification എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവിഷൻസ് ഓഫ് സംതിങ് ഇൻറ്റു ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓർ ഗ്രൂപ്പ്സ്. എന്തിനെങ്കിലും ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ടോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ സൊസൈറ്റിയെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള അൺഈക്വൽ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ക്ലാസ്സസ് ആയിട്ട് നമ്മൾ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. In sociology, the term social stratification refers to the hierarchical arrangements of people in society as economic or cultural groups. സോഷ്യോളജിയിലാണെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽസിനെ ഹൈറാർക്കിക്കൽ അറേഞ്ച്മെൻറ്റ്സിൽ, അതായത് എക്കണോമിക്കൽ അല്ലെങ്കിൽ കൾച്ചറൽ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. So according to Moore, social stratification is a social division of individuals into various hierarchies of wealth, status and power. അപ്പോൾ വെൽത്തിൻ്റെ ബേസിൽ, സ്റ്റേറ്റസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ പവറിൻ്റെ ബേസിൽ ഓരോ ഹയറാർക്കിക്കൽ ഓർഡറിൽ, ഹയറാർക്കിക്കൽ ഡിവിഷൻസ് ആയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽസിനെ ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഷോർട്ട്ലി, social stratification is the hierarchical arrangement of individuals into divisions of power and wealth within a society. അപ്പോൾ ഇത്രയേ ഉള്ളൂ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഒരു സൊസൈറ്റിയിലുള്ള ഇൻഡിവിജ്വൽസിനെ, ഒരു സൊസൈറ്റിയിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് എന്തിൻ്റെ ബേസിൽ? അവരുടെ പവറിൻ്റെ ബേസിൽ അല്ലെങ്കിൽ അവരുടെ വെൽത്തിൻ്റെ ബേസിൽ. ഇതിൻ്റെയൊക്കെ ബേസിൽ നമ്മൾ ആൾക്കാരെ ഹയറാർക്കിക്കൽ ഓർഡറിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കോ അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എ സിസ്റ്റം ബൈ വിച്ച് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഇൻ സൊസൈറ്റി ആർ റാങ്ക്ഡ് ഇൻ എ ഹയറാർക്കി. ഒരു ഹയറാർക്കിക്കൽ ഓർഡറിൽ അവർ റാങ്ക് ചെയ്ത് പീപ്പിളിനെ റാങ്ക് ചെയ്തിട്ട് നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് തിരിക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള 4 പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന്, ഇറ്റ് ഈസ് ദ ട്രേറ്റ് ഓഫ് സൊസൈറ്റി. 2, ഇറ്റ് ക്യാരീസ് വൺ ജനറേഷൻ ടു അതർ. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് യൂണിവേഴ്സൽ ബട്ട് വേരിയബിൾ. ദ ലാസ്റ്റ് വൺ, ഇറ്റ് ഇൻവോൾവ്സ് ഇൻഇക്വാലിറ്റി. ഈ 4 നമുക്ക് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ പ്രിൻസിപ്പിളായിട്ട് പറയാൻ പറ്റുക. എന്തൊക്കെയാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? ഇറ്റ് ഈസ് എ സോഷ്യൽ ആൻഡ് എക്കണോമിക് കാറ്റഗറൈസേഷൻ. സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറായിട്ടുള്ള സോഷ്യലായിട്ടുള്ള കാറ്റഗറൈസേഷനാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, ക്ലാസ്, സ്റ്റേറ്റസ് ആൻഡ് പവർ ഓഫ് കമ്മ്യൂണിറ്റി. ഒരു കമ്മ്യൂണിറ്റിയുടെ പവർ അല്ലെങ്കിൽ അവരുടെ സ്റ്റേറ്റസ്, അവരുടെ ക്ലാസ്, അവരുടെ കാസ്റ്റ്, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അവരെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓരോ സ്ട്രാറ്റയായിട്ട് അവരെ തിരിക്കുക. It exists because of natural differences in people abilities. It create conflicts and provide structure. അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അല്ലേ? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കോൺഫ്ലിക്റ്റിന് കാരണമാകുന്നത്. അതേപോലെ അതൊരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ നാച്ചുറൽ ആൻഡ് വോളണ്ടറി സെപ്പറേഷൻ അക്കോർഡിംഗ് ടു റേസ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് സ്റ്റേറ്റസ്. അപ്പോൾ ഏതൊക്കെ കാറ്റഗറീസ് ആയിട്ട് നമ്മൾ തിരിക്കാറുണ്ട്? സോഷ്യൽ ക്ലാസിൻ്റെ ബേസിൽ, അതേപോലെ ജെൻഡറിൻ്റെ ബേസിൽ, റേസ് ആൻഡ് എത്നിസിറ്റിയുടെ ബേസിൽ, ഡിസബിലിറ്റിയുടെ ബേസിൽ, ഇതൊക്കെ ആയിട്ട് നമ്മൾ കാറ്റഗറി ചെയ്യാറുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്താറുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. കോസസ് എന്തൊക്കെയാണ് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് കാരണമാകുന്നത്? ഇൻഇക്വാലിറ്റി അല്ലേ, കോൺഫ്ലിക്റ്റ്, പവർ, വെൽത്ത്, ഇൻസ്റ്റെബിലിറ്റി, ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഓൾറെഡി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യൽ ചേഞ്ച് പഠിച്ചു, മോഡേണൈസേഷൻ പഠിച്ചു, സോഷ്യൽ മൊബിലിറ്റി പഠിച്ചു, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പഠിച്ചു. അടുത്തതാണ് കൾച്ചർ. കൾച്ചറിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. അതേപോലെ ഹൗ കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റ്സ്. സോ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ. ദ ടേം കൾച്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് cultura. In common usage, it means good manners and good taste. സോ ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കൾച്ചൂറ അല്ലെങ്കിൽ കൾച്ചൂറ എന്ന ടേമിൽ നിന്നാണ് കൾച്ചർ എന്ന ടേം
വന്നിട്ടുള്ളത്. അതിന് മീനിങ് എന്താണ്? ഗുഡ് മാനേഴ്സ് അല്ലെങ്കിൽ ഗുഡ് ടേസ്റ്റ്. അക്കോർഡിംഗ് ടു എഡ്വേർഡ് ടൈലർ, കൾച്ചർ ഈസ് ദാറ്റ് കോംപ്ലക്സ് whole which includes knowledge, belief, art, morals, law, customs and any other capabilities and habits acquired by man as a member of society. അതായത് ഒരു മനുഷ്യൻ അക്വയർ ചെയ്യുന്ന നോളജ് അല്ലെങ്കിൽ അവൻ്റെ ബിലീഫ്സ്, ആർട്ട്, മോറൽസ്, ലോ, കസ്റ്റംസ്, ട്രഡീഷൻസ്, ഇതൊക്കെ അവൻ അക്വയർ ചെയ്തെടുക്കുന്ന ആ ഒരു ഹോൾ തിങ്ങിനെ, ആ ഒരു അവനാക്കി മാറ്റുന്ന ആ കാര്യത്തിനെയാണ് നമ്മൾ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൾച്ചർ ഈസ് ദ സം ടോട്ടൽ ഓഫ് ഹ്യൂമൻ ക്രിയേഷൻസ് ആൻഡ് എക്സ്പീരിയൻസസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് all that man has acquired in the mental and intellectual sphere of his individual and social life. ആ ഒരു സോഷ്യൽ ലൈഫിൽ ഒരു ഇൻഡിവിജ്വൽ അക്വയർ ചെയ്തെടുക്കുന്ന അവൻ്റെ മെൻ്റലായിട്ടുള്ളതും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെയാണ് അവൻ്റെ കൾച്ചറായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ ആസ്പെക്ട്സ്. മെറ്റീരിയൽ ആസ്പെക്ട്സ് ഇൻക്ലൂഡ്സ് മെറ്റീരിയൽ സിവിലൈസേഷൻ, ടൂൾസ്, വെപ്പൺസ്, ക്ലോത്തിങ്, ഷെൽട്ടർ, മെഷീൻസ്, ഇൻഡസ്ട്രീസ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽ ആസ്പെക്റ്റ് ആയിട്ട് പറയുന്നത്. നോൺ മെറ്റീരിയൽ ഇൻക്ലൂഡ്സ് ലാംഗ്വേജ്, ലിറ്ററേച്ചർ, ആർട്ട്, റിലീജിയൻ, മൊറാലിറ്റി, ലോ എക്സെട്ര. അപ്പോൾ മെറ്റീരിയൽ ആയിട്ടുള്ളതും നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ഒരു മനുഷ്യൻ അക്വയർ ചെയ്തെടുക്കും, ഒരു ഇൻഡിവിജ്വൽ അക്വയർ ചെയ്യുന്ന മെറ്റീരിയൽ ആയിട്ടുള്ളതും നോൺ മെറ്റീരിയൽ ആയിട്ടുള്ള ആസ്പെക്ട്സിനെയാണ് നമ്മൾ അവൻ്റെ കൾച്ചറായിട്ട് കണക്കാക്കുന്നത്. അതെന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് കൾച്ചറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? കൾച്ചർ ഈസ് ലേൺഡ് ആൻഡ് അക്വയർഡ്. കൾച്ചർ എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിക്കുമ്പം ജനനത്തോടൊപ്പം തന്നെ അവന് കിട്ടുന്ന കാര്യമാണോ? അല്ല അല്ലേ. ഇറ്റ് ഈസ് ലേൺഡ് ആൻഡ് അക്വയർഡ്. അവൻ ലേൺ ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അവന് അക്വയർ ചെയ്തെടുക്കുന്ന കാര്യമാണ് കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചർ ഈസ് ഷെയർഡ് ബൈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലേ. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷെയർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന കാര്യമാണ് കൾച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു ജനറേഷൻ, അല്ലേ. കൾച്ചർ ഈസ് കുമുലേറ്റീവ് ആൻഡ് കൾച്ചർ ചേഞ്ചസ്. കൾച്ചറിൽ പലതരത്തിലുള്ള ചേഞ്ചസ് വരുന്നുണ്ട്. കൾച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. കൾച്ചർ ഗിവ് ബിഹേവിയറൽ പാറ്റേൺ. Culture is diverse. So, culture is the sum total of acquired traits, habits and behaviors. നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്ന ട്രേറ്റ്സ് അല്ലെങ്കിൽ ഹാബിറ്റ്സ്, ബിഹേവിയേഴ്സ്, ഇതിൻ്റെയൊക്കെ ഒരു സം ടോട്ടലായിട്ടാണ് നമ്മൾ കൾച്ചറിനെ കണക്കാക്കുന്നത്. കൾച്ചർ ഈസ് ആൻ അഡാപ്റ്റീവ് മെക്കാനിസം ദാറ്റ് എക്വിപ്സ് മാൻ ടു സർവൈവ് ഇൻ ആൻ ഏരിയ. ഒരു ഏരിയയിൽ, ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ അല്ലെങ്കിൽ പെർട്ടിക്കുലർ സൊസൈറ്റിയിൽ ഒരു മാന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ നേടിയെടുക്കുന്ന അഡാപ്റ്റീവ് മെക്കാനിസത്തിനെയാണ് നമ്മൾ കൾച്ചറായിട്ട് കണക്കാക്കുന്നത്. കൾച്ചർ ഈസ് കുമുലേറ്റീവ്. എന്തുകൊണ്ടാണ് കൾച്ചർ ഈസ് കുമുലേറ്റീവ് എന്ന് പറയുന്നത്? The new skills and knowledge are added on to what was learned in previous generation. അവൻ എന്താണോ ലേൺ ചെയ്തെടുത്തത് അല്ലെങ്കിൽ അവൻ എന്താണോ അക്വയർ ചെയ്തെടുത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ പുതുതായി കിട്ടുന്ന സ്കിൽസ് അല്ലെങ്കിൽ നോളജിനെയൊക്കെ ആഡ് ചെയ്യുമ്പോട്ട് ഒരാൾ കൊണ്ടുപോകും, അല്ലേ. അതിനെയാണ് കൾച്ചർ ക്യുമുലേറ്റീവ് ആണെന്ന് പറയാൻ കാരണം. കൾച്ചർ ഈസ് നോട്ട് സ്റ്റാറ്റിക് ആണോ? അല്ല. ഇറ്റ് ഈസ് ഡൈനാമിക്. ഓൾ കൾച്ചേഴ്സ് ചേഞ്ച് ഓവർ ടൈം. ഒരു പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ എല്ലാ കൾച്ചറിലും ചേഞ്ചസ് ഉണ്ടാവും. കൾച്ചർ ഈസ് കൺസർവേറ്റീവ് ആൻഡ് ട്രാൻസിറ്റീവ്. കൾച്ചർ ഈസ് പ്രിസർവ്ഡ്. കൾച്ചർ നമ്മൾ പ്രിസർവ് ചെയ്യുന്നുണ്ടല്ലേ ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രാൻസ്മിറ്റഡ് ടു ന്യൂ ജനറേഷൻ. പുതിയ തലമുറയിലേക്ക് നമ്മൾ കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഹൗ? യെസ്, ത്രൂ എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് ഡിഫ്യൂസീവ്. എന്തുകൊണ്ടാണ് കൾച്ചർ ഡിഫ്യൂസീവ് ആണെന്ന് പറയുന്നത്? ഇറ്റ് മീൻസ് the acceptance of cultural pattern from other groups. Culture is ഷെയർ ചെയ്യുന്നുണ്ട്, അല്ലേ. ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് എവറി കൾച്ചർ ഈസ് ഷെയർഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് ആ ഒരു കൾച്ചർ, ആ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നത്. അവരാണ് ആ ഒരു കൾച്ചർ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നത്. കൾച്ചർ ഈസ് ലേൺഡ് ആൻഡ് അക്വയർഡ്. ഇറ്റ് ഈസ് നോട്ട് ഇൻസ്റ്റിങ്ക്റ്റീവ്. നമുക്ക് ജനനത്തോടൊപ്പം കിട്ടുന്ന ഒരു ബർത്ത് ഇൻസ്റ്റിങ്ക്റ്റ് അല്ല കൾച്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലേൺഡ് ആൻഡ് അക്വയർഡ്. അടുത്ത നമ്മൾ പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറാണ്. എന്താണ് എഡ്യൂക്കേഷനും കൾച്ചറും തമ്മിലുള്ള ബന്ധം? എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ ആർ ഇൻറ്റിമേറ്റ്ലി ആൻഡ് ഇൻ്റഗ്രലി റിലേറ്റഡ്. വൺ ഓഫ് ദ മേജർ എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു ഇമ്പാർട്ട് ദ ചൈൽഡ് ഹിസ് കൾച്ചറൽ ഹെറിറ്റേജ്.
നമ്മുടെ എഡ്യൂക്കേഷൻ്റെ മെയിനായിട്ടുള്ള ഒരു പേർപ്പസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് അവർ ഫോളോ ചെയ്യുന്ന കൾച്ചറൽ ഹെറിറ്റേജ് ആ കുട്ടിയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ പ്രിസർവേഷൻ ഓഫ് കൾച്ചർ. കൺസർവേഷൻ അല്ലെങ്കിൽ പ്രിസർവേഷൻ ഓഫ് കൾച്ചർ. The cultural heritage of the society, such as its customs, traditions, folkways, arts, morals, value system, etc. are conserved through education. നമ്മുടെ കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയുടെ കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ടുള്ള അതിൻ്റെ കസ്റ്റംസ്, ട്രഡീഷൻസ്, ഫോക്ക് വേസ്, ആർട്സ്, മോറൽസ് അല്ലെങ്കിൽ വാല്യൂ സിസ്റ്റം, ഓരോ കൾച്ചറിൻ്റെയും വാല്യൂ സിസ്റ്റം ഇതൊക്കെ നമ്മൾ കൺസേർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുന്നത്, സംരക്ഷിക്കപ്പെടുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ്. Next one, transmission of culture. The preserved culture is transmitted from one generation to other by education through educational institutions. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ പ്രിസർവ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കൺസേർവ് ചെയ്തിട്ടുള്ള കൾച്ചർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് യെസ് ത്രൂ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നെക്സ്റ്റ്, ട്രാൻസ്ഫോർമേഷൻ ഓഫ് കൾച്ചർ. Alteration of culture takes place when each generation adds something of its own to the existing mass or when unwanted elements are filtered out. അപ്പോൾ എങ്ങനെയാണ് ഒരു കൾച്ചറിൽ ആൾട്രേഷൻ നടക്കുന്നത്? ആൾട്രേഷൻ നടക്കണമെങ്കിൽ ആ ഓരോ ജനറേഷനും എന്തെങ്കിലും ആ ഒരു കൾച്ചറിലേക്ക് ആഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. അപ്പം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പുതിയ കാര്യങ്ങൾ പുതിയ ചേഞ്ചസ് അതിൽ വരുത്തുന്നതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൾച്ചർ. എന്താണ് പ്യൂരിഫിക്കേഷൻ ഓഫ് കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എഡ്യൂക്കേഷൻ വീഡ്സ് ഔട്ട് അൺഡിസൈറബിൾ ആൻഡ് അൺവാണ്ടഡ് എലിമെൻറ്റ്സ് ഫ്രം അക്യുമുലേറ്റഡ് മാസ് ഓഫ് കൾച്ചർ, ദസ് മേക്ക് ഇറ്റ് റിഫൈൻഡ്. നമ്മൾ പ്യൂരിഫൈ ചെയ്യുക, ഓരോ സമയം നമ്മളത് പ്യൂരിഫൈ ചെയ്യണം. കൾച്ചർ എങ്ങനെ? ആവശ്യമില്ലാത്ത നമ്മളിപ്പം ഒരു ചെടി വളർത്തുമ്പം അതിന് ചുറ്റും വീഡ്സ് ഒക്കെ വരും അല്ലേ, അപ്പോൾ നമ്മളത് എന്ത് ചെയ്യും? പറിച്ച് കളയും. അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ കൾച്ചറിലുണ്ടാവും, അൺവാണ്ടഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ഒക്കെ. അപ്പോൾ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ കൾച്ചറിനെ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം, റിഫൈൻഡ് ആക്കി വെക്കണം. അടുത്തതാണ് മെയിൻറ്റെയിനിങ് ദ കണ്ടിന്യൂറ്റി ഓഫ് കൾച്ചർ. എഡ്യൂക്കേഷൻ അപ്ഹോൾഡ്സ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ കൾച്ചർ ഓഫ് എ സൊസൈറ്റി ത്രൂ കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. ഇത്രയൊക്കെയാണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ എന്ന് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് കൾച്ചറൽ ലാഗ്. ദ ഐഡിയ ഓഫ് കൾച്ചറൽ ലാഗ് വാസ് കോയിൻഡ് ബൈ വില്യം ഓക്ബേണിൻ്റെയാണ് കൾച്ചറൽ ലാഗ് എന്ന ടേം. അപ്പോൾ അതൊന്ന് ഓർത്തു വെക്കണേ. വില്യം ഓക്ബേണിൻ്റെയാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ആ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഡിസ്ക്രൈബ് എ കണ്ടീഷൻ ഇൻ വിച്ച് കൾച്ചറൽ ചേഞ്ചസ് in a society are not always congruent with its economic and other materialistic changes. അതായത് it is a vast difference between the material and non-material culture. It is known as social or cultural lag. മനസ്സിലായോ? അതായത് ചില സമയത്ത് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള കൾച്ചറൽ ചേഞ്ചസ് ആ സമയത്ത് ഇക്കണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ചേഞ്ചസിനോട് യോജിക്കണം എന്നില്ല. It may said to be the gap between the technical development of a society and its moral and legal institutions. ഒരു സൊസൈറ്റിയുടെ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റും അതേപോലെ ആ സൊസൈറ്റിയുടെ മോറൽ അല്ലെങ്കിൽ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It occurs when the different aspects of the society fails to adjust themselves to change in some other of its parts. എപ്പോഴാണ് കൾച്ചറൽ ലാഗ് നടക്കുന്നത്? Changes in ideas, beliefs, value system are slower than change in material condition. അപ്പോൾ മെറ്റീരിയൽ ടെക്നിക്കൽ ഡെവലപ്മെൻറ്റുമായിട്ട് ചില സമയത്ത് നമുക്ക് പൊരുത്തപ്പെടാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ ഐഡിയാസോ അല്ലെങ്കിൽ നമ്മുടെ ബിലീഫ്സോ നമ്മുടെ വാല്യൂ സിസ്റ്റോ അതിനെ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അവിടെ നമുക്കൊരു ചെറിയ ഗ്യാപ്പ് വരാം. നമ്മൾ ടെക്നിക്കൽ വശമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉയർന്നിട്ടുണ്ടാകാം, പക്ഷേ കൾച്ചറലായിട്ട് നോക്കുമ്പോൾ നമ്മൾ ആ ഒരു ലാഗ്, നമ്മുടെ ആ തോട്ട്, നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ബിലീഫ്സൊക്കെ ആ ഒരു ടെക്നിക്കൽ സൈഡിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. അവിടെ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ കൾച്ചറൽ ലാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ ഓൺലി മീൻസ് ടു ബ്രിഡ്ജ് ദ കൾച്ചറൽ ലാഗ്. എഡ്യൂക്കേഷനിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു കൾച്ചറൽ ലാഗ് മാറ്റാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തൊക്കെയായിരിക്കാം കൾച്ചറൽ ലാഗിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്? സോ ബ്രൗൺ ഗീവ്സ് നമ്പർ ഓഫ് റീസൺസ് ഫോർ കൾച്ചറൽ ലാഗ്. ഫാമിലി ട്രൈസ് ടു റിറ്റെയിൻ ഓൾഡ് ബിഹേവിയർ പാറ്റേൺസ് ആൻഡ് ട്രാൻസ്മിറ്റ് ദം ടു ചിൽഡ്രൻ. ഒരു ഫാമിലി
ഓൾഡ് ആയിട്ടുള്ള പല ട്രഡീഷൻസ് അല്ലെങ്കിൽ വാല്യൂസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ അതേപോലെ പുതിയ തലമുറയ്ക്ക്, അവരുടെ ന്യൂ ജനറേഷനിലേക്ക് അത് അതേപോലെ ട്രാൻസ്മിറ്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൾച്ചറൽ ലാഗ് ഉണ്ടാവും അല്ലേ. ദർ ഇസ് എ സോർട്ട് ഓഫ് ഇനേഷ്യ ഇൻ മാൻ ആൻഡ് ഫിയർ ഫോർ ചേഞ്ച് വിച്ച് മേക്ക് ഹിം റിലക്റ്റന്റ് ടു ചേഞ്ച്. എന്തൊരു സാധനം തുടങ്ങുമ്പോഴും അതിനോടൊരു ചെറിയ ആ ഒരു ചേഞ്ചിനോട് ചെറിയൊരു പേടി, അല്ലെങ്കിൽ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യാം, ചെറിയൊരു പിൻവലിയൽ എല്ലാവരിലും ഉണ്ടാവും. അത് ഒരു കൾച്ചറൽ ലാഗിൻ്റെ റീസൺ ആണ്. നെക്സ്റ്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റ്. അടുത്തതാണ് ഐസൊലേഷൻ ഓഫ് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ് മേ ഹിൻഡർ കൾച്ചറൽ ചേഞ്ചസ്. ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ ഐസൊലേഷൻ അത് നമ്മുടെ ഒരു കൾച്ചറൽ ലാഗിന് കാരണമാകുന്നുണ്ട്. ഇത്രയൊക്കെയാണ് കൾച്ചറൽ ലാഗിൻ്റെ റീസൺസ് ആയിട്ട് പറയുന്നത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. എന്താണ് അക്കൾച്ചറേഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് മെമ്പേഴ്സ് ഓഫ് വൺ കൾച്ചറൽ ഗ്രൂപ്പ് അഡോപ്റ്റ് ദ ബിലീഫ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് അനദർ ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് അക്കൾച്ചറേഷൻ? ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിൻ്റെ ബിലീഫ്സ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയേഴ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് മെമ്പേഴ്സ് ഓഫ് വൺ കൾച്ചറൽ ഗ്രൂപ്പ് adopt the beliefs and behaviors of another group. In simple sense, it is the process of adopting the cultural traits or social pattern of another group. അപ്പോൾ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ വേറൊരു ഗ്രൂപ്പിൻ്റെ സോഷ്യൽ പാറ്റേൺസ് അല്ലെങ്കിൽ അവരുടെ കൾച്ചറൽ ട്രെയ്റ്റ്സ് ഒക്കെ വേറെ ഗ്രൂപ്പ് അഡോപ്റ്റ് ചെയ്തെടുക്കുന്നതിനാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. അത് ഗ്രൂപ്പ്. അപ്പോൾ എങ്ങനെയാണ് എഡ്യൂക്കേഷനും അക്കൾച്ചറേഷനും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അക്കൾച്ചറേഷൻ ഈസ് പോസിബിൾ ത്രൂ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിലൂടെ മാത്രമേ നമുക്ക് അക്കൾച്ചറേഷൻ നടത്താൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ അല്ലേ. എഡ്യൂക്കേഷനിലൂടെയാണ് നമ്മൾ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് കൾച്ചറിനെ പറ്റിയിട്ട്, അവരുടെ ട്രഡീഷൻസ്, അവരുടെ വാല്യൂസ്, അവരുടെ ബിലീഫ്സ്, അവരുടെ ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ അറിയുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കൾച്ചർ മാത്രം പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് നമ്മുടെ മാത്രം കൾച്ചറിനെ പറ്റിയിട്ടേ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ എഡ്യൂക്കേഷനിലൂടെയാണ് നമ്മൾ പലതരത്തിലുള്ള കൾച്ചേഴ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നും അവരുടെ കൾച്ചർ എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തന്നത്, അല്ലെങ്കിൽ നമ്മളെ അവെയർ ആക്കിയത് എഡ്യൂക്കേഷനാണ്. സോ എഡ്യൂക്കേഷനിലൂടെ മാത്രമേ അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. The process of education itself is a process of learning new values and ideas for changing society, and it is the process of acculturation. അപ്പോൾ എഡ്യൂക്കേഷനാണ് ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ തന്നെയാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അക്കൾച്ചറേഷൻ ആ ഒരു കാര്യം നമ്മൾ അഡോപ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതുണ്ട്. എഡ്യൂക്കേഷനിലൂടെ എങ്ങനെയാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് അല്ലേ. അടുത്തൊരു ടേമാണ് എൻകൾച്ചറേഷൻ. അക്കൾച്ചറേഷൻ പോലെയുള്ള അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് എൻകൾച്ചറേഷൻ. എന്തായിരിക്കും എൻകൾച്ചറേഷൻ? It is the process of culture is passed from one generation to another generation. Actually, it begins from birth. Individuals directly accept norms and values. അപ്പോൾ എന്താണ് എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു ഗ്രൂപ്പിൻ്റെ വാല്യൂസ്, കസ്റ്റംസ്, ട്രഡീഷൻസ് ഒക്കെ അഡോപ്റ്റ് ചെയ്തെടുക്കുകയാണ്. പക്ഷേ എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൾച്ചർ നമ്മുടെ ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. എൻകൾച്ചറേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് കൾച്ചർ ഈസ് പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു ദ നെക്സ്റ്റ് ആൻഡ് ത്രൂ വിച്ച് ഇൻഡിവിജ്വൽസ് ബിക്കം മെമ്പേഴ്സ് ഓഫ് ദെയർ സൊസൈറ്റി. അപ്പോൾ ഇങ്ങനെയാണല്ലേ നമുക്കൊക്കെ ഒരു കൾച്ചർ എന്നുണ്ടെങ്കിൽ ആ കൾച്ചറൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഫാമിലിയിൽ തന്നെയല്ലേ. ആര് പഠിപ്പിച്ചത്? നമ്മുടെ അച്ഛനും അമ്മയും. അവരെ ആരായിരിക്കും പഠിപ്പിച്ചു കൊടുത്തത്? അവരുടെ അച്ഛനും അമ്മയും. അപ്പം നമ്മുടെ ഈ ഒരു കൾച്ചർ ശരിക്കും നമ്മുടെ ഈ ഒരു കൾച്ചർ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇറ്റ് ഈസ് എ പ്രോസസ് വെയർ ബൈ ആൻ എസ്റ്റാബ്ലിഷ്ഡ് കൾച്ചർ ടീച്ചേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽ ദ അക്സെപ്റ്റഡ് നോംസ് ആൻഡ് വാല്യൂസ്. എന്തൊക്കെയാണ് നമ്മുടെ ആ കൾച്ചറിലെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള നോംസ്, എന്താണ് വാല്യൂസ്, എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മളെ അതിനോട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുകയാണ് അല്ലേ ഈ ഒരു എൻകൾച്ചറേഷനിലൂടെ നടക്കുന്നത്. സോ ദാറ്റ് ദ ഇൻഡിവിജ്വൽ ക്യാൻ ബിക്കം ആൻ അക്സെപ്റ്റഡ് മെമ്പർ ഓഫ് ദ സൊസൈറ്റി. അതിലൂടെ നമ്മൾ എന്താണ് ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമാവുകയാണ് ആൻഡ് ഫൈൻഡ് ദെയർ സ്യൂട്ടബിൾ റോൾ. സോ എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത് എൻകൾച്ചറേഷൻ പ്രോസസ് ഹാസ് ടു മേജർ ആസ്പെക്ട്സ്. രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്, ദ ഇൻഫോർമൽ ആൻഡ് ദ ഫോർമൽ. എന്തൊക്കെയാണ്? ദ ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ലി ടു ബി ക്യാരിഡ് ഔട്ട് വിതിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഫാമിലി കോണ്ടെക്സ്റ്റിലാണ് ഇൻഫോർമലായിട്ട് നമ്മൾ ആ ഒരു എൻകൾച്ചറേഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ഫാമിലിയിൽ നിന്നാണ് ഫസ്റ്റ് തന്നെ ആ ഒരു കൾച്ചർ ഫോളോ ചെയ്യാൻ വേണ്ടി പഠിച്ചത്. നെക്സ്റ്റ് ദ ഫോർമലാണ്. എങ്ങനെയാണ് ഫോർമൽ? ക്യാരിഡ് ഔട്ട് ബൈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ലേണിംഗ്.
നമ്മൾക്ക് സ്കൂൾ വഴി കോളേജ് വഴിയൊക്കെയാണ് ആ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള കൾച്ചറൽ ട്രാൻസ്മിഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എൻകൾച്ചറേഷനായിട്ട് പറയാനുള്ളത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടേമാണ് മൾട്ടി കൾച്ചറലിസം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കോ എക്സിസ്റ്റൻസ് ഓഫ് ഡൈവേഴ്സ് കൾച്ചർ. നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, നമ്മൾ നമ്മുടെ കൺട്രിയെ പറ്റി മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ഇന്ത്യയെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടിയിട്ടുന്ന ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, അതെന്താ? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. എല്ലാ കാര്യത്തിലും ഡൈവേഴ്സിറ്റിയാണ് അല്ലേ നമുക്ക് കാണാൻ പറ്റുക. സോ കൾച്ചറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ലേ. പല തരത്തിലുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരുള്ള ഒരു കൺട്രിയാണ് നമ്മുടേത്. സോ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കോ എക്സിസ്റ്റൻസ് ഓഫ് ഡൈവേഴ്സ് കൾച്ചേഴ്സ്. പല തരത്തിലുള്ള കൾച്ചേഴ്സിൻ്റെ ഒരു കോ എക്സിസ്റ്റൻസിനെയാണ്, ആ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് മൾട്ടി കൾച്ചറലിസം എന്ന് ഉദ്ദേശിക്കുന്നത്. സോ മൾട്ടി കൾച്ചറലിസം ഈസ് ഒറിജിനേറ്റഡ് ഇൻ USA. കൾച്ചറൽ പ്ലൂറലിസം എന്നൊരു ടേം ഇവിടെയാണ് വരുന്നത്. The idea of multiculturalism can vary from giving equal rights to all cultures to accommodating cultural minorities. എല്ലാ കൾച്ചറിനും അതിൻ്റേതായ വാല്യൂസ് കൊടുത്ത്, അതിൻ്റേതായ റെസ്പെക്റ്റ് കൊടുത്ത്, അതിൻ്റേതായ റൈറ്റ്സ് കൊടുത്ത് നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ മൾട്ടി കൾച്ചറലിസം എന്ന് പറയുന്നത്. ഇന്ത്യൻ സൊസൈറ്റി ഈസ് മെയിൻലി ക്യാരക്ടറൈസ്ഡ് ബൈ ഇറ്റ്സ് കൾച്ചറൽ ഡൈവേഴ്സിറ്റീസ്. Hence, the concept is highly relevant in the Indian context. So, എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് മൾട്ടി കൾച്ചറൽ സൊസൈറ്റിക്ക് ഉണ്ടാവുക? അവെയർനെസ്. എല്ലാ കൾച്ചറിനെ പറ്റിയിട്ട് നല്ലൊരു അവെയർനെസ് ആ മൾട്ടി കൾച്ചറലിസം ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകും. അതേപോലെ എംപതി. വാട്ട്സ് ദിസ് ബിറ്റ്വീൻ സിമ്പതി ആൻഡ് എംപതി? എംപതി എന്ന് പറയുമ്പം നമ്മൾ ആ ഒരു സെൻസ് ഓഫ് ഫീലിംഗ് നമ്മുടേതായിട്ട് എടുത്ത് നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് ആലോചിക്കുകയാണ് അല്ലേ. സോ എംപതി. ദെൻ ടോളറൻസ്, സഹിഷ്ണുത. അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടേത് കൂടാതെ മറ്റൊരു കൾച്ചറും കൂടി അല്ലെങ്കിൽ മറ്റുള്ള കൾച്ചേഴ്സിനെയും നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ റെസ്പെക്റ്റ് ചെയ്തിട്ട് ജീവിക്കുക അല്ലേ. ദെൻ നോൺ ഡിസ്ക്രിമിനേഷൻ. ഒന്നിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. എൻ്റെതാണ് ഏറ്റവും നല്ല കൾച്ചർ അല്ലെങ്കിൽ അവരുടെ കൾച്ചറിനേക്കാളും നല്ല കൾച്ചർ ഫോളോ ചെയ്തത് ഞങ്ങൾ മാത്രമാണ് എന്നൊന്ന് അങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ചിന്തിക്കാനേ പാടില്ല. ഇതൊക്കെയാണ് മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ് മൾട്ടി കൾച്ചറലിസത്തിൻ്റെ. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഫസ്റ്റ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഡിക്രീസ്ഡ്. മൾട്ടി കൾച്ചറലിസം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് കൾച്ചർ ഹാവ് ഷെയറിങ് മെൻറ്റാലിറ്റി. അങ്ങനെ പലതരത്തിലുള്ള കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ച് കൂടി അവരുടേതായ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടാണ് ആ ഒരു മൾട്ടി കൾച്ചറൽ സൊസൈറ്റി അല്ലെങ്കിൽ മൾട്ടി കൾച്ചറലിസം ഫോളോ ചെയ്യുന്നത് അല്ലേ. സോ അവിടെ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി വരുന്നുണ്ട്. ടു പ്രൊമോട്ട് ഇൻ്റഗ്രേറ്റഡ് എഫേർട്സ്. അതേപോലെ ക്യാപ്പബിലിറ്റി ടു റേസ് വോയിസ്. ഏതൊരു കാര്യത്തിനും വോയിസ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാപ്പബിലിറ്റി ഈ ഒരു മൾട്ടി കൾച്ചറലിസത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജസ്? ഡ്യൂ ടു ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് സം കൾച്ചറൽ ഐഡൻറ്റിറ്റി ഡിമിനിഷ്ഡ്. പക്ഷെ എന്താണ്, കുറച്ച് പുറമേ നിന്നുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് ചില കൾച്ചറൽ ഐഡൻറ്റിറ്റിയൊക്കെ ഇല്ലാതെയായിട്ടുണ്ട്. അതേപോലെ എ കൾച്ചർ ഡിപ്പെൻഡ് ഓൺ അനദർ കൾച്ചർ. അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അടുത്ത ടോപ്പിക്കാണ് സോഷ്യൽ കൺട്രോൾ. മോസ്റ്റ് പീപ്പിൾ ബിഹേവ് അക്കോർഡിംഗ് ടു ദ നോംസ്, ബിലീഫ്സ് ആൻഡ് റൂൾസ് ലേ ഡൗൺ ബൈ സൊസൈറ്റി. Still, there are people who deviate from the existing pattern of behavior within the society. Such behavior is called deviance. The society adopts different methods to control such behavior. This control is called social control. അപ്പോൾ എന്താണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്? മിക്കവരും നമ്മുടെ നോംസ്, ബിലീഫ്സ്, വാല്യൂസ്, റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഏതൊരു സൊസൈറ്റിക്കും അവരുടേതായ റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ ഉണ്ടല്ലേ. അതൊക്കെ ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാണ് മിക്കവരും. പക്ഷേ ചില ആൾക്കാരുണ്ട് ഇതിൽ നിന്നൊക്കെ ഡീവിയേറ്റ് ചെയ്ത് അവരുടേതായ ചിന്താഗതി അനുസരിച്ച് ജീവിക്കുള്ളൂ അല്ലേ. അവരുടേതായ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ ഡീവിയൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ സൊസൈറ്റിയും അഡോപ്റ്റ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിനെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. The term social control is broadly concerned with the maintenance of order and stability in society. ഒരു സൊസൈറ്റിയുടെ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി, അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലേ,
ഓർഡർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. സോഷ്യൽ കൺട്രോൾ മീൻസ് കൺട്രോൾ ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ബൈ സൊസൈറ്റി and that control of social institutions should be in the interest and welfare of the whole society. ആ ഒരു ഹോൾ സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ ആ വാല്യൂസ് ബിലീഫ്സ് വ്യത്യസ്തമായ ചിന്താഗതിയുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. സം വാർണിംഗ്സ് ആൻഡ് ഡയറക്ഷൻസ് ഓഫ് പ്രോഹിബിറ്റഡ് ആക്ടിവിറ്റീസ് ആർ എക്സാമ്പിൾസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. Social control is an influence which may be exerted through various means of control. ഒരു ഇൻഫ്ലുവൻസ് ആണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു ഇൻഫ്ലുവൻസ് ആണ്. This influence should be implemented by society. The influence should be exercised for promoting the welfare and interest of the entire group. So ഒരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. According to Ogburn and Nimcoff, social control refers to the patterns of pressure which society exerts to maintain order and established rules. ഒരു സൊസൈറ്റി ഫോളോ ചെയ്യുന്ന ഓർഡർ ആൻഡ് റൂൾസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു സൊസൈറ്റി എക്സേർട്ട് ചെയ്യുന്ന ഒരു കൺട്രോളിനെയാണ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. സോഷ്യൽ കൺട്രോൾ റെഫേഴ്സ് എസെൻഷ്യലി ടു മീൻസ് ആൻഡ് പ്രോസസ് whereby certain goals are to be achieved. There is an element of influence, persuasion or compulsion in control. The two most important goals sought to be achieved by social control are: first one is conformity to norms and expectations of the group, and the next one maintenance of order in society. So ഇതാണ് social control. Social control ഇത്രയേ ഉള്ളൂ. മെയിൻ്റനൻസ് ഓഫ് ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ സൊസൈറ്റി. അടുത്തത് ഫോംസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ്. ഏതൊക്കെ തരത്തിലുള്ള ഫോംസ് ഉണ്ട് അല്ലെങ്കിൽ മെത്തേഡ്സ് ഉണ്ട്? ഫോമൽ ഉണ്ട്, ഇൻഫോമൽ ഉണ്ട്. So, sociologists identifies two basic forms of social control: informal means and formal means of social control. So, first one, informal means of social control. It grows themselves in society. No special agency is required to create them. It exercises through customs, traditions, folkways, modes and religions. ഏതൊക്കെയാണ് ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്? ഇൻഫോർമലായിട്ട് എങ്ങനെയാണ് സോഷ്യൽ കൺട്രോൾ ഉണ്ടാകുന്നത്? ഫസ്റ്റ് വൺ, നോംസ്. എന്താണ് നോംസ്? ആർ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ദാറ്റ് ദ സൊസൈറ്റി ഹാസ് അക്സെപ്റ്റഡ്. ഓരോ സൊസൈറ്റിയും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ഓഫ് ബിഹേവിയേഴ്സ് ഉണ്ട്. അതാണ് നോംസ് എന്ന് പറയുന്നത്. ബിഹേവിയർ ദാറ്റ് കീപ്സ് ടു ദീസ് നോംസ് ആർ എൻകറേജ്ഡ് ആൻഡ് ബിഹേവിയർ ദാറ്റ് ആർ എഗെയിൻസ്റ്റ് ദീസ് നോംസ് ആർ ഡിസ്കറേജ്ഡ്. സോ ഈ ഒരു നോംസിനെ എൻകറേജ് ചെയ്യുന്ന കുറേ ബിഹേവിയേഴ്സ് ഉണ്ടാകാം, ഡിസ്കറേജ് ചെയ്യുന്ന കുറേ ബിഹേവിയേഴ്സ് ഉണ്ടാകും. നോംസിനെ ഫേവർ ചെയ്യുന്നതാണെങ്കിൽ അതിനെയൊക്കെ എൻകറേജ് ചെയ്യും. അടുത്തതാണ് ഫോക്ക് വേസ്. ഫോക്ക് വേസ് ആർ റെക്കഗ്നൈസ്ഡ് മോഡ്സ് ഓഫ് ബിഹേവിയർ വിച്ച് അറൈസ് ഓട്ടോമാറ്റിക്കലി വിതിൻ എ ഗ്രൂപ്പ്. They are the behavior patterns of everyday life which arise spontaneously and unconsciously in a group. They are in general the habits of the individual and are common to a group. ഒരു റെക്കഗ്നൈസ്ഡ് മോഡ്സ് ഓഫ് ബിഹേവിയർ ആണ് വേസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പിൽ ഓട്ടോമാറ്റിക്കലായിട്ട് അല്ലെങ്കിൽ എവറിഡേ ലൈഫിൽ അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് ബിഹേവിയേഴ്സ് ഉണ്ട്. അത് സ്പോണ്ടേനിയസ് ആയിട്ടും അതേപോലെ അൺകോൺഷ്യസ് ആയിട്ടും ആ ഗ്രൂപ്പിൽ ഉണ്ടാവുന്നതാണ്. ആ ഗ്രൂപ്പിൽ ഓരോ ഇൻഡിവിജ്വലും ഫോളോ ചെയ്യുന്ന ജനറൽ ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ്. അതാണ് ഫോക്ക് വേസ് എന്ന് പറയുന്നത്. അടുത്തതാണ് മോഡ്സ് എന്ന് പറയുന്നത്. ദ കസ്റ്റംസ് ആൻഡ് ഗ്രൂപ്പ് റൂട്ടീൻസ് വിച്ച് ആർ കൺസിഡേർഡ് ബൈ ദ ഗ്രൂപ്പ് ടു ബി എ ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ്. ദ മോഡ്സ് റിലേറ്റഡ് ടു ദ ഫണ്ടമെൻ്റൽ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി മോർ ഡയറക്ട്ലി ദാൻ ടു ഫോക്ക് വേസ്. ദേ ഇംപ്ലൈ എ വാല്യൂ ജഡ്ജ്മെൻറ്റ് അബൌട്ട് ദി ഫോക്ക് വേസ്. സോ മോഡ്സ് എന്ന് പറയുന്നത് കസ്റ്റംസ് ആൻഡ് ഗ്രൂപ്പ് റൂട്ടീൻസ് ആണ്. അടുത്തതാണ് കസ്റ്റംസ്. കസ്റ്റംസ് ആർ ലോങ് എസ്റ്റാബ്ലിഷ്ഡ് ഹാബിറ്റ്സ് ആൻഡ് യൂസേജ് ഓഫ് ദ പീപ്പിൾ. They are those folkways and modes which have persisted for a very long time and have passed down from one generation to another. എന്ന് പറഞ്ഞാൽ ലോങ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ആണ്, അല്ലെങ്കിൽ ആൾക്കാർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ജനറേഷൻ ടു ജനറേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കസ്റ്റംസ് എന്ന് പറയുന്നത്. ദർ ഈസ് നോ അതോറിറ്റി ടു ഡിക്ലെയർ ദം ടു അപ്ലൈ ഓർ ടു സേഫ് ഗാർഡ് ദം. ആരും അതിനെ അപ്ലൈ ചെയ്യണമെന്നോ അല്ലെങ്കിൽ സേഫ് ഗാർഡ് ചെയ്യണമെന്നോ ഡിക്ലെയർ ചെയ്തിട്ടില്ല. Next one, ideologies. Ideology is a theory of social life which interprets social realities from the point of view of ideas to prove the correctness of the analysis and to justify those ideals.
ഇറ്റ് ഈസ് ദ പ്രൊജക്ഷൻ ഓഫ് സെർട്ടൻ ഐഡിയൽ. ഇതാണ് ഐഡിയോളജീസ് എന്ന് പറയുന്നത്. അടുത്തതാണ് സോഷ്യൽ സജഷൻസ്. ഇറ്റ് ഓൾസോ പവർഫുൾ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോളിൻ്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് സോഷ്യൽ സജഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ത്രൂ വേരിയസ് മെത്തേഡ്സ്. ദ ഫസ്റ്റ് മെത്തേഡ് ഈസ് പുട്ടിംഗ് ദ ലൈഫ് എക്സാമ്പിൾസ് ഓഫ് ഗ്രേറ്റ് മെൻ. സോഷ്യൽ റിഫോമേഴ്സിൻ്റെയൊക്കെ ലൈഫ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് സജഷൻസ് കൊടുക്കുന്നതാണ് ഫസ്റ്റ് മെത്തേഡ്. ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ത്രൂ ലിറ്ററേച്ചർ, ബുക്സ്, ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സ് എക്സെട്ര. ആൻഡ് ദ തേർഡ് മെത്തേഡ് ഈസ് ത്രൂ എഡ്യൂക്കേഷൻ. ഇതിലൂടെയൊക്കെയാണ് സോഷ്യൽ സജഷൻ സോഷ്യൽ കൺട്രോൾ ആയിട്ട് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് വൺ, റിലീജിയൻ. ഇറ്റ് ഓൾസോ എക്സൈസ് എ പവർഫുൾ ഇൻഫ്ലുവൻസ് അപ്പോൺ മാൻസ് ബിഹേവിയർ ഇൻ സൊസൈറ്റി. റിലീജിയൻ ഒരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. എങ്ങനെ ഒരു സോഷ്യൽ കൺട്രോൾ ഉണ്ടാവുക എന്നുള്ളതിന് റിലീജിയൻ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. റിലീജിയൻ നമുക്ക് കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. റിലീജിയൻ്റെ പേടി മൂലം നമ്മൾ പല കാര്യങ്ങളും ചെയ്യാതിരിക്കുന്നുണ്ട്. മെൻ ഷുഡ് ഡു ഗുഡ് ആക്ട്സ് ഇൻ എ കോമൺ ടീച്ചിങ് ഓഫ് ഓൾ റിലീജിയൻ. റിലീജിയൻ മേക്സ് പീപ്പിൾ ബെനോവലൻറ്റ്, ചാരിറ്റബിൾ, ഫോർബിയറിംഗ് ഓർ ട്രൂത്ത്ഫുൾ. അടുത്തതാണ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. Art in its narrow sense including painting, sculpture, architecture, music, dance, etc. Literature includes poetry, drama, fiction, etc. Both art and literature influence the imagination and exert control on human behavior. And humor and satire. എന്താണ് humor and satire? Social control വരുന്നത്. Humor assumes various forms of depending upon the situation and purpose. It often serves to relieve a tense situation. Through a cartoons, comics and reports, it can support the value of the society in a form that is light in spirit but effective in control. ഒരു കോമിക്കിലൂടെ അല്ലെങ്കിൽ ഒരു കാർട്ടൂണിലൂടെ നമുക്ക് ഒരു നല്ലൊരു സോഷ്യൽ കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അടുത്തതാണ് പബ്ലിക് ഒപ്പീനിയൻ. It is considered as the opinion of the people held by them on any issue for the welfare of the whole community. For fear of public ridicule and criticism, we may not indulge in immoral and anti-social activities. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഏതൊക്കെയാണ്? ലോ, എഡ്യൂക്കേഷൻ ആൻഡ് കൊയേഷൻ. ഫസ്റ്റ് വൺ, ലോ. Early societies depended upon the informal means of social control, but when societies grew in size or in complexity, they were compelled to formulate rules and regulations, which define the types and specify the penalties to be imposed upon those who violate the law. Is a body of rules enacted by legally authorized bodies and enforced by punishments for their violation. ഇങ്ങനെയുള്ള സൊസൈറ്റിയിലൊക്കെ നോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണ് ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീടുള്ള കാലത്ത്, അതായത് ഇപ്പോഴും കൂടി ഒരു ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ ആണുള്ളത്. അതാണ് ഫസ്റ്റ് ആണ് ലോ എന്ന് പറയുന്നത്. ലോ നമ്മൾ കമ്പൽ ചെയ്യുകയാണല്ലേ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ടുള്ള പണിഷ്മെൻറ്റ്, പെനാൽറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. ബോഡി ഓഫ് റൂൾസ് എനാക്റ്റഡ് ബൈ ലീഗലി ഓതറൈസ്ഡ് ബോഡീസ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ പണിഷ്മെൻറ്റ്സ് ഫോർ ദെയർ വയലേഷൻ. വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ പണിഷ്മെൻറ്റ്സ് ഉണ്ടാവും. Education is a formal means of social control. It is a process of socialization. നമ്മളെ സോഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. സോഷ്യലൈസ് ചെയ്യുക, സോഷ്യലി അക്സെപ്റ്റഡ് നോംസ്, വാല്യൂസ് ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സൊസൈറ്റിയുടെ മെമ്പറായിട്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു എഡ്യൂക്കേഷൻ്റെ ഗോളായിട്ട് പറയുന്നത്. ഇറ്റ് പ്രിപ്പയർസ് ദ ചൈൽഡ് ഫോർ എ സോഷ്യൽ ലിവിങ്. ഇറ്റ് ടീച്ചസ് ദം വാല്യൂ ഓഫ് ഡിസിപ്ലിൻ, സോഷ്യൽ കോപ്പറേഷൻ, ടോളറൻസ്, സാക്രിഫൈസ്, honesty and morality. അടുത്തതാണ് coercion എന്ന് പറയുന്നത്. This is the use of force to achieve a desired end. ഒരു ഡിസയർ ആയിട്ടുള്ള എൻഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സിനെ യൂസ് ചെയ്യുന്നതിനാണ് coercion എന്ന് പറയുന്നത്. It may be physical or non-violent. Physical coercion may take in the form of bodily injury, imprisonment and death penalty. Non-violent coercion consists of the strike, boycott, non-cooperation, etc. സോ ഇതൊക്കെയാണ് ഫോർമൽ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോളിന് കാരണമാകുന്ന ഏജൻസീസ് ഏതൊക്കെ ഏജൻസീസ് ആണ്? ഫസ്റ്റ് വൺ, ഫാമിലി. നമുക്ക് ആ ഒരു സോഷ്യൽ ഏജൻസി ആയിട്ട് തന്നെ പോകാം. ബേസിക് ആയിട്ടുള്ള ഫാമിലി ഈസ് ദ ഫസ്റ്റ് സോഷ്യൽ ഏജൻസി അല്ലേ.
സോ ഫാമിലി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ. സോഷ്യൽ കൺട്രോളിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജൻസി എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും സൊസൈറ്റിയുടെ ഒരു മിനിയേച്ചറായിട്ടാണ് നമ്മൾ ഫാമിലിനെ കാണുന്നത് അല്ലേ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പ്ലേസ് വേർ ആൻ ഇൻഡിവിജ്വൽ ഈസ് സോഷ്യലൈസ്ഡ്. ഹി ഈസ് ടോട്ട് ടു behave and respect social laws and obey social controls. He learns customs, folk ways, traditions, mores, etc. from the family. It influences the individual directly through suggestions, persuasions, praise, blame, ridicule, criticism, etc. Through these, family forces the individual to conform the customs, folk ways and mores of the ഗ്രൂപ്പ്സ്. എങ്ങനെയൊക്കെയാണ് നമ്മളിലേക്ക് ആ ഒരു വാല്യൂസ് ആൻഡ് ട്രഡീഷൻസ് ഇമ്പാർട്ട് ചെയ്യുന്നത്? യെസ്, ത്രൂ സജഷൻസ്, പെർസ്വേഷൻസ്, പ്രൈസ്. ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ പ്രൈസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ബ്ലെയിം ചെയ്യും, അല്ലെങ്കിൽ റിഡിക്യൂൾ, ക്രിറ്റിസിസം, ഇതൊക്കെ വഴിയാണ് നമ്മളിലേക്ക് ആ ഒരു സോഷ്യൽ ലോസ് റെസ്പെക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒബേ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സൊസൈറ്റിയിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, ഇതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ഒരു അവബോധം നമ്മുടെ ഫാമിലി ഉണ്ടാക്കുന്നത്. അടുത്തതാണ് നെയ്ബർഹുഡ് എന്ന് പറയുന്നത്. കുട്ടി ഫാമിലിയിൽ നിന്ന് നെക്സ്റ്റ് പോകുന്നത് എവിടേക്കാണ്? നെയ്ബർഹുഡിലേക്ക്, കളിക്കാൻ വേണ്ടി മറ്റുള്ള തൊട്ടയൽപ്പക്കത്തുള്ള കുട്ടികളുമായിട്ടാണ്. അപ്പോൾ നെയ്ബർഹുഡ് ഹാസ് എ ഫീലിംഗ് ഓർ സെൻറ്റിമെൻറ്റ് ഓഫ് ലോക്കൽ യൂണിറ്റ്. അപ്പം നമ്മളെ വീട് മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, തൊട്ടടുത്തുള്ള വീട്ടിലെ കാര്യങ്ങളും നമ്മൾ അറിയുകയാണല്ലേ. സോ ഇറ്റ് ഈസ് എ ഫസ്റ്റ് കമ്മ്യൂണിറ്റി വിച്ച് ദ ഇൻഡിവിജ്വൽ കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത്. It has a deep influence on its members as an agency of social control. അടുത്തതാണ് സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഫസ്റ്റ് ഫാമിലി, നെക്സ്റ്റ് വൺ നെയ്ബർഹുഡ്, അടുത്തതാണ് സ്കൂൾ. സ്കൂൾ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇറ്റ് ഈസ് വെരി പവർഫുൾ ഏജൻസി ഓഫ് സോഷ്യൽ കൺട്രോൾ. The child learns many things from school which he cannot learn from other sources. The child is taught to obey the discipline in school last a lifetime. സ്കൂൾ ലൈഫ് ടൈമിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. നമുക്ക് തോന്നുന്ന സമയത്ത് സ്കൂളിലേക്ക് എഴുന്നേറ്റ് പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ. നമ്മൾ സ്കൂളിലേക്ക് പോകാനൊരു സമയമുണ്ട്, ഒരു ഫസ്റ്റ് പീരീഡ് തുടങ്ങുന്ന ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർവെല്ലിന് കൃത്യമായിട്ടുള്ള സമയമുണ്ട്, എപ്പം നമ്മൾ ഫുഡ് കഴിക്കണം എന്നുള്ളൊരു സമയമുണ്ട്, അപ്പോൾ എപ്പം നമ്മൾ ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ള സമയമുണ്ട്, അതേപോലെ ദിവസവും നമ്മൾ അസംബ്ലിക്ക് നിൽക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ സ്ട്രിക്റ്റായിട്ട് ഒരു ലോ ആൻഡ് ഡിസിപ്ലിൻ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ് ഇതുവഴി ചെയ്യുന്നത്. The educational institutions are next to family as agencies of social control. It is the classroom, the peer group and the leaders who exercise influence on the child for his future role in society. അടുത്തതാണ് സ്റ്റേറ്റ് ആൻഡ് ലോ എന്ന് പറയുന്നത്. The state, as society's overall regulatory system, is the chief agency of social control. State and law. The state runs its administration through the government. It enforces law in its territory with the help of the police, the army, the prison and the court. It enacts law to regulate the lives of the people. The deviants of the violators of social rules are punished as per law. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് ലോ എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോളിൻ്റെ ഏറ്റവും വലിയൊരു ഏജൻസി തന്നെയാണ്. നമ്മുടെ സ്റ്റേറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ത്രൂ ഗവൺമെൻറ് വഴിയാണ്. പോലീസ്, ആർമി, പ്രിസൺ, കോർട്ട്, ഇതൊക്കെ വഴിയാണ് ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വയലേറ്റ് ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്യും? അവർക്ക് തക്കതായ പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് സ്റ്റേറ്റ് ആൻഡ് ലോ എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോളിൻ്റെ ഏജൻസി ആയിട്ട് മാറുന്നത്. അടുത്തതാണ് അഡ്മിനിസ്ട്രേഷൻ. It is very powerful and most effective instrument of social control. It forces the individual to obey rules and regulations. They punish violators with the help of the police, army. So administer rules and regulations okay administer with the help of police, army, etc. അടുത്തതാണ് force. Physical or coercion also an agency of social control. Every state has its own armed forces or police force. It is an effective weapon to prevent people from indulging in anti-social activities. It also makes people obey rules and regulations. അടുത്തതാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. Public opinion, it is very powerful democratic age. It not only controls the behavior of people but also controls the government. People these days are more concerned with the opinion held by the public. Fear of public opinion in general makes people control their conduct and behavior.
പലരും ഇപ്പോഴും മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്താൽ അവരെന്ത് പറയും, ഇങ്ങനെ ചെയ്താൽ അവരെന്ത് പറയും എന്നാലോചിച്ചിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് അല്ലേ. സോ ഇങ്ങനെയുള്ളൊരു ഫിയറും നമ്മളെ ഒരു സോഷ്യൽ കൺട്രോളിൻ്റെ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, പബ്ലിക് ഒപ്പീനിയൻ. അടുത്തതാണ് റിലീജിയൻ. So it serves as an important agency of social control. It is religion which supports the folk ways and morals of the society by playing supernatural sanctions behind them. Last one, propaganda. It is a systematic attempt by an individual or individuals to control the attitudes of people through suggestions and consequently their actions. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏജൻസീസ് ഓഫ് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്.